വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12:30 1 മണിയായിട്ട് 1:30 നമ്മുടെ ട്രെയിൻ. കുഴപ്പമില്ല, മഴയൊന്നും ഇല്ലാണ്ട് നമുക്ക് വരാൻ പറ്റിയ കുഴപ്പമില്ലാണ്ട്. ഇന്ന് തൃശ്ശൂര് ഭയങ്കര മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് പെയ്തു, പാടവും എല്ലാം നിറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അത്ര ഡയറക്റ്റ് ഫോഴ്സ് ആയിട്ട് പെടുന്ന നമുക്ക് മഴ കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് അത്ര മഴ ഭാഗ്യത്തിന് കിട്ടിയില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇന്ന് കയറിയ ഒരു കാലത്ത് 5 മണിയാകുമ്പോഴേക്കും കണ്ണൂർ ക്യാമ്പ് എത്തും. നമ്മുടെ ജൂൺ മാസത്തെ അവസാനത്തെ ക്യാമ്പാണ് നമ്മൾ എടുക്കാൻ പോണേ. അപ്പൊ നമുക്ക് ട്രെയിൻ വരുമ്പോ ട്രെയിൻ നമ്മുടെ S9-ലാണ് നമ്മുടെ കോച്ച്. എനിക്കും സാറിനും വേറെ ബർത്താണ് കിട്ടിയത്. സാറിന് 6, എന്റെ 42 കിട്ടിയത്. ട്രെയിൻ അവിടെ വെച്ചില്ല. അപ്പോ ഗൈസ് നമുക്കിനി കാലത്ത് കണ്ണൂർ വെച്ചിട്ട് കാണാം. ഗൈസ് അപ്പൊ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 5 മിനിറ്റൊക്കെ ആയിട്ടു. നമ്മുടെ ലൊക്കേഷനിൽ പോയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ കണ്ണൂർ നമ്മുടെ ഗുരുഭവനിലേക്ക് എത്തി. നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി. നമ്മുടെ സിമ്പിളൊക്കെ വരച്ചൊന്ന് പ്രിപ്പയർ ആവാണ് ക്ലാസ്സിന് വേണ്ടി. ഇന്ന് കുറച്ച് കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പേര് നമ്മുടെ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട്. എത്ര പേര് വരും നമുക്ക് അറിയില്ല. മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്താ മടി പിടിക്കാൻ ചാൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇനി വരുമ്പോ അപ്പോൾ ഗൈസ് നമ്മുടെ കണ്ണൂർ ക്യാമ്പ് ഓഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 11 ന്യൂ അഡ്മിഷൻസ് ആണ് പറഞ്ഞത്. കുറച്ച് കൂടുതലാണ്. ഇനി 4 നമ്മുടെ സീനിയേഴ്സാണ് വന്നിരിക്കണേ. 3 പേര് സെക്കൻഡ് ക്യാമ്പും ഒരാൾ തേർഡ് ക്യാമ്പാണ് വന്നിരിക്കണേ. നമുക്കിനി ക്യാമ്പിനെ ഇടയിൽ വെച്ച് കാണാം. പിന്നെ പരസ്യത്തിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ. എൻ്റെ ഒരു ശീലമായി മാറി തുടങ്ങി.
നമസ്കാരം. ഇന്ന് രാവിലെ കണ്ണൂർ കാൽടെക്സിൽ നമ്മളെ പരിശീലനം തുടങ്ങിയ ഔറ ബോക്സിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ നമ്മൾ 9 മണിക്ക് ഏകദേശം തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഒന്നും ഉണ്ടായിട്ടില്ല. തുടങ്ങി ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട്. കാരണം നമ്മുടെ ആയോധന കല അതിൻ്റെ ശരിയായ രീതിയിൽ നമ്മൾക്ക് നിത്യജീവിതത്തിലും ശാരീരികപരമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പരിശീലനമാണ് ഇവിടെ സാറ് തന്നിട്ടുള്ളത്. വളരെ മനോഹരമാണ്. ഇന്നും നമ്മൾക്കൊരു 5 ക്ലാസ് കൂടെ കഴിയാനുണ്ട്. ആദ്യത്തെ ക്ലാസ് തന്നെ നമുക്ക് കിട്ടിയ പരിശീലനം വളരെ വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇതെല്ലാവരും പരിശീലനിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ മോർ പ്രാക്ടീസ് ചെയ്ത് വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സാറ്. ഇവിടെ അഴീക്കോടാണ് സ്ഥലം. ഞാൻ ഇതിനെക്കുറിച്ച് അവരെ ബോക്സിനെ അറിയുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയതാണ്. നോക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നല്ല ക്ലാസ്സാണ്. ഇത് കാണുന്ന എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സിൽ പരമാവധി പങ്കെടുക്കുക. നല്ല കോൺഫിഡൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ഒരു നിത്യജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് അമർനാഥ്. ഞാൻ മട്ടന്നൂരിനടുത്താണ് സ്ഥലം. ഓൺലൈൻ വഴിയാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ആസ് എ ടീം മെമ്പർ ആണെങ്കിലും ശരി, പിന്നെ ട്രെയിനിങ് വൈസ് ആണെങ്കിലും ശരി, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഫർദർ എല്ലാ ക്ലാസ്സും ചെയ്ത് സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്ത് ഞാൻ എന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും പ്ലസ് കോൺഫിഡൻസും ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നമസ്കാരം. എൻ്റെ പേര് സിറാജ് CK. എൻ്റെ സ്ഥലം കണ്ണൂർ കൂത്തുപറമ്പാണ്. ഞാനിതിപ്പോൾ ഓൺലൈൻ വഴിയാണ് ഞാൻ കാണുന്നത്. ആ ഒരു ബോക്സിംഗ് എന്നത് വന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 30 അടവുകൾ പഠിച്ചു. എല്ലാം കൊണ്ടും നല്ല ഗുണം തന്നെ. അത് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ 5 ക്ലാസ്സും കൂടി ബാക്കിയുണ്ട്. വരും, പങ്കെടുക്കും. താങ്ക് യു. വളരെ നല്ലതാണ്. ഇന്നത്തെ ക്ലാസ്സിന് രാവിലെ ക്യാമ്പിന് ഞാൻ വളരെ ദൂരത്തു നിന്നാണ് പങ്കെടുത്തത്. അപ്പോൾ അത്രയും നല്ല ക്ലാസ്സായിരുന്നു നമ്മളിവിടെ. തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. എല്ലാവരും ഇത് പഠിക്കണം. ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുന്നതാണ്. നമുക്ക് ഒരേ സമയത്ത് 4 പേരായിട്ടുള്ള ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മനോധൈര്യവും കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം കിട്ടി. നല്ല അടിപൊളി ക്ലാസ്സാണ്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, എല്ലാവരും പങ്കെടുക്കുക. നല്ലൊരു മാഷാണ്. നമുക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ കണ്ണൂർ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അവിടുത്തെ ഫുട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ട്രെയിൻ 4:55 നമ്മുടെ ട്രെയിൻ. നമ്മളിപ്പോൾ 4:35 കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മുടെ ട്രെയിൻ വരും. നമുക്ക് തൃശ്ശൂർ ഒരു 10 മണിക്ക് മുന്നേ എത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. നമുക്കിനി ട്രെയിൻ വരുമ്പോൾ കാണാം. ഗൈസ്, അപ്പം നമ്മുടെ ട്രെയിൻ ട്രെയിനിൻ്റെ വരിക തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതോടെ നമ്മുടെ ജൂൺ മാസത്തെ അവസാനത്തെ ക്യാമ്പ്, കണ്ണൂർ ക്യാമ്പ് അവസാനിച്ചു. കുഴപ്പമില്ല. ഈ മാസം നമുക്ക് ഇടയിൽ കുറെ മഴ പണി കിട്ടി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായുള്ളൂ. മഴ കാരണം കുറെ മടി വന്നു. അങ്ങനെ ഇടയിൽ കുറെ മഴ വന്നു. അത്ര പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതിന് ഓറ ബോക്സിങ്ങിൻ്റെ ക്യാമ്പ് വ്ളോഗ്സിൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓറ ബോക്സിൽ ചേരുന്നതിനുള്ള ഡീറ്റെയിൽസ് മറ്റേത് ഞാനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം പുതിയ വ്ളോഗുമായി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.